തലമുറ പൊതുവിജ്ഞാനവും സാമൂഹ്യ അവബോധവും കൂടുതലായി ആർജിക്കണമെന്നും പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയത്തിലും വിദ്യാർത്ഥികൾ നല്ല പാണ്ഡിത്യം നേടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും വി.എം. സുധീരൻ പറഞ്ഞു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ ബാലചന്ദ്രൻ വടക്കേടത്തിന്റെ പേരിൽ നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ പുറത്ത് പല രാജ്യങ്ങളും യുദ്ധം ചെയ്ത് ചോരക്കടത്തിലൂടെയാണ് വിപ്ലവം ഉണ്ടായത്. പക്ഷെ ഇന്ത്യയുടെ മണ്ണിൽ മഹാത്മാഗാന്ധി ജനങ്ങൾക്ക് നൽകിയ സന്ദേശം അഹിംസയുടെ സന്ദേശമാണ്. അഹിംസയിൽ ഊന്നി നിന്നുകൊണ്ട്, സത്യം മുറുകെ പിടിച്ചുകൊണ്ട്, മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് ഒരേ തരത്തിൽ മുന്നോട്ട് പോകുക, ആ രീതിയിൽ പാവപ്പെട്ടവരെ സംരക്ഷിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാലത്ത് ഈ ആളുകളെ തൊടാൻ പാടില്ല, തീണ്ടൽ എന്ന് പറയുന്ന സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, എല്ലാ വഴിക്കും പോകാൻ അനുവദിച്ചിരുന്നില്ല, ക്ഷേത്രങ്ങളിൽ കയറാൻ അവകാശമുണ്ടായിരുന്നില്ല, എല്ലാവർക്കും പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമായിരുന്നു. ആ അവസ്ഥയിലൊക്കെ മാറ്റം വരുത്തിയത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ, ശ്രീനാരായണ ഗുരുസ്വാമികളുടെ നേതൃത്വത്തിൽ, ചട്ടമ്പി സ്വാമികളുടെ നേതൃത്വത്തിൽ, അതുപോലുള്ള മഹാപുരുഷന്മാരുടെ നേതൃത്വത്തിൽ, പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുണ്ടായ വക്കം മൗലവി, ചാവറ അച്ഛൻ, ഇങ്ങനെ ഒരു സാമൂഹ്യ നവോത്ഥാനത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിച്ച ഒരുപാട് മഹാന്മാരുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനപരമായിട്ടാണ് നാം ഇന്ന് കൈവരിച്ച ഈ അവസ്ഥ അഭിമാനകരമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചത്. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി.എം. സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ഡി.സി.സി ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, വി.ആർ. വിജയൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി. വിനു, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഹന ബിനീഷ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ.എൻ. സിദ്ധപ്രസാദ്, ബി.ഡി. സന്ദീപ്, സി.ജി. അജിത് കുമാർ, ടി.വി. ഷൈൻ, ജീജ ശിവൻ, സി.എസ്. മണികണ്ഠൻ, പി.സി. മണികണ്ഠൻ, മധു അന്തിക്കാട്, പി.വി. സഹദേവൻ എന്നിവർ സംസാരിച്ചു. SSLC, CBSE പരീക്ഷകളിൽ 100% വിജയം കൈവരിച്ച നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂൾ, SN ട്രസ്റ്റ് സ്കൂൾ, തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂൾ എന്നീ സ്കൂളുകളെ ചടങ്ങിൽ ആദരിച്ചു.